എല്ലാവർക്കും നമസ്കാരം. നമ്മളിൽ പലപ്പോഴും പുറത്തു പറയാനുള്ള നാണക്കേട് കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായി വിചാരിച്ചത് കൊണ്ടോ ഒക്കെ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്ന അല്ലെങ്കിൽ ചികിത്സ എടുക്കാത്ത ഒരു പ്രോബ്ലമാണ് അനിയന്ത്രിതമായിട്ട് മൂത്രം പോകുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ മെഡിക്കലി പറയുകയാണെന്നുണ്ടെങ്കിൽ യുറേനറി ഇൻകോണ്ടിനൻസ് എന്ന് പറയുന്നത് അല്ലെ. പലപ്പോഴും ഇത് നോർമൽ ആയിട്ടുള്ള ഒരു സാഹചര്യമല്ല, അബ്നോർമൽ തന്നെയാണ്. അതായത് ഇതൊരു സിംറ്റമാണ്, നമ്മുടെ ഉള്ളിൽ മറ്റെന്തോ ഒരു രോഗമുണ്ട് എന്നുള്ളതിന്റെ ഒരു പ്രധാന സിംറ്റമാണ്. ക്രോണിക് ആയിട്ട് അല്ലെങ്കിൽ വളരെ കാലങ്ങളായിട്ട് ഇങ്ങനെ അനിയന്ത്രിതമായിട്ട് മൂത്രം പോകുന്ന ഒരു അവസ്ഥയുണ്ടെന്നുണ്ടെങ്കിൽ. അതുകൊണ്ട് തന്നെ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ വളരെ പ്രാധാന്യമുള്ള ഈ ഒരു ടോപ്പിക്കിനെ പറ്റി തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത്. യുറേനറി ഇൻകോണ്ടിനൻസ് അല്ലെങ്കിൽ അനിയന്ത്രിതമായ മൂത്രം പോകല് പല ടൈപ്പുകളാണുള്ളത്. അതിൽ ഏറ്റവും പ്രധാനം സ്ട്രെസ് ഇൻകോണ്ടിനൻസ് ആണ്. ചുമയ്ക്കുമ്പോൾ അല്ലെങ്കിൽ ഉച്ചത്തിൽ ഒന്ന് ചിരിക്കുമ്പോൾ, ഉച്ചത്തിൽ ഷൗട്ട് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ തുമ്മുമ്പോൾ, അതുപോലെ തന്നെ ഒന്ന് ബോഡി പോസ്റ്റർ മാറ്റുന്ന സമയത്തൊക്കെ മൂത്രം അനിയന്ത്രിതമായിട്ട് പോകുന്നു, അല്ലെങ്കിൽ മൂത്രം തുള്ളിയായിട്ട് ഒഴിഞ്ഞു പോകുന്ന ഒരവസ്ഥ പലപ്പോഴും പല സ്ത്രീകളും ക്ലിനിക്കിൽ വന്ന് പറയുന്ന ഒരു പ്രധാന കംപ്ലൈന്റ് ആണിത്. അത് ഒക്കേഷണലി മാത്രമാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് ഇത്ര സീരിയസ് അല്ല എന്നുണ്ടെങ്കിലും, സീരിയസ് ആക്കിയില്ല എന്നുണ്ടെങ്കിലും പലപ്പോഴും അത് ഫ്രീക്വന്റ് ആയിട്ട് വരുന്നു. നമ്മുടെ ജീവിത സാഹചര്യങ്ങളെ അത് പൂർണ്ണമായിട്ടും താറുമാറാക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും കോംപ്രമൈസ് ചെയ്യേണ്ടതായിട്ട് വരുന്നു. പുറത്തേക്ക് പോകാൻ, ട്രാവൽ ചെയ്യാൻ, ഇതിനെല്ലാം പേടിയായിട്ട് വരുന്ന ഒരവസ്ഥയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് വളരെ മെഡിക്കൽ അറ്റൻഷൻ സീക്ക് ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്. പലപ്പോഴും ഇതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ പ്രഗ്നൻസി ഒരു കാരണം വരാറുണ്ട്, അല്ലെങ്കിൽ തുടർച്ചയായിട്ട് പ്രഗ്നന്റ് ആവുന്നു, പ്രസവിക്കുന്ന ഒരവസ്ഥ കൊണ്ടുവരാം. പിന്നെ പ്രൊലോങ്ഡ് ടൈം എടുക്കുന്നു ഡെലിവറിക്ക് വേണ്ടിയിട്ട്, ഒരുപാട് സമയം നീണ്ടു നിന്ന പ്രസവം അങ്ങനെ ഉണ്ടായിട്ടുള്ളവർക്ക് ഈ ഒരു സ്ട്രെസ് ഇൻകോണ്ടിനൻസ് വരാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ പലപ്പോഴും മെനപ്പോസ്, ഏജ് അഡ്വാൻസ് ചെയ്യുന്നത് എല്ലാം ഇത്തരത്തിൽ രോഗം വരാനുള്ള ഒരു പ്രധാന കാരണമാകാറുണ്ട്. പിന്നെ ഒരു കാര്യം പറയുന്നത് അർജ് ഇൻകോണ്ടിനൻസ് ആണ്. അതായത് നമുക്ക് മൂത്രം ഒഴിക്കാനുള്ള ഒരു തോന്നൽ ഇടയ്ക്ക് അങ്ങ് തോന്നുന്ന സെക്കൻഡിൽ തന്നെ മൂത്രം ഒഴിഞ്ഞു പോകുന്ന ഒരവസ്ഥ. പലപ്പോഴും നമുക്ക് യുറൈനറി ട്രാക്ട് ഇൻഫെക്ഷൻ, അതായത് മൂത്രത്തിൽ പഴുപ്പ്, മൂത്രത്തിൽ ഇൻഫെക്ഷൻ, മൂത്രക്കല്ല് പോലെയുള്ള രോഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു സിംറ്റമായിട്ട് കാണാറുണ്ട്. അല്ലാതെ നമുക്ക് വേറെ എന്തെങ്കിലും അസുഖങ്ങൾ, നമ്മുടെ പെൽവിക് ഫ്ലോറിന് എന്തെങ്കിലും മസിൽസിന് വീക്ക്നെസ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു രീതിയിൽ സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഇതിനെയാണ് അർജ് ഇൻകോണ്ടിനൻസ് എന്ന് പറയുന്നത്. പിന്നെ അടുത്തത് പലപ്പോഴും പല പുരുഷന്മാർ ഫേസ് ചെയ്യുന്ന ഒരു പ്രധാന പ്രശ്നമാണ് ഓവർഫ്ലോ ഇൻകോണ്ടിനൻസ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ മൂത്രം ഒഴിക്കാൻ പോയിരുന്നു, മൂത്രം ഒഴിച്ചു, പക്ഷെ പൂർണ്ണമായിട്ട് ബ്ലാഡർ പൂർണ്ണമായിട്ടും പോകുന്നില്ല, അല്ലെങ്കിൽ ഒഴിയുന്നില്ലാത്ത ഒരവസ്ഥ. അതിനുശേഷം നമ്മൾ മൂത്രം ഒഴിച്ച് തിരിച്ചു വന്ന് കഴിയുമ്പോഴത്തേക്കിനും മൂത്രം ഉറ്റിപ്പോയിട്ട് നമ്മുടെ ഇന്നേഴ്സിനെ അല്ലെങ്കിൽ നമ്മുടെ ഡ്രസ്സിനെയൊക്കെ നനയ്ക്കുന്ന ഒരവസ്ഥ. അതുപോലെ തന്നെ മൂത്രം ഒഴിക്കുമ്പോൾ വളരെ ഫോഴ്സ് കുറഞ്ഞിട്ട് ഒരു നൂല് പോലെയൊക്കെ പോകുന്ന ഒരവസ്ഥ. ഇത് പലപ്പോഴും പുരുഷന്മാരിലാണെന്നുണ്ടെങ്കിൽ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വീക്കം കൊണ്ട് പലപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ പ്രായം ചെല്ലുമ്പോഴും ഒക്കെ കാണുന്ന ഒരു പ്രധാന പ്രശ്നമാണ്. പിന്നെ വരുന്നത് ഫങ്ഷണൽ ഇൻകോണ്ടിനൻസ് ആണ്. അതായത് നമുക്ക് നമ്മുടെ ഫിസിയോളജിക്കലായി നമുക്ക് ശരിക്കും നടക്കാൻ പറ്റുന്നില്ലാത്ത ഒരവസ്ഥ, അല്ലെങ്കിൽ നമുക്ക് ഡിമെൻഷ്യ പോലെയുള്ള അല്ലെങ്കിൽ നെർവ് സംബന്ധമായിട്ടുള്ള രോഗങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ശരിയായ രീതിയിൽ നമുക്ക് ഫങ്ഷൻ ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് മൂത്രം അനിയന്ത്രിതമായിട്ട് പുറത്തേക്ക് പോകുന്നു. അതായത് കാലിനൊക്കെ എന്തെങ്കിലും വേദന അല്ലെങ്കിൽ ബുദ്ധിമുട്ട്, ബെഡ് റിഡൺ ഒക്കെ ആയിട്ടുള്ള ആളുകൾക്ക് ബാത്റൂമിലേക്ക് കറക്റ്റ് സമയത്ത് അവർ ഉദ്ദേശിക്കുന്ന സമയത്ത് നടന്നെത്താൻ പറ്റുന്നില്ലാത്തത് കൊണ്ട് മൂത്രം ഒഴുകി പോകുന്ന ഒരവസ്ഥ. അല്ലെങ്കിൽ നമുക്ക് ഈ പറഞ്ഞതുപോലെ നാഡീ സംബന്ധമായിട്ട് സ്പൈനൽ കോഡ് അല്ലെങ്കിൽ നാർവസ് സിസ്റ്റം സംബന്ധമായിട്ട് എന്തെങ്കിലും രോഗങ്ങൾ ഉണ്ടെങ്കിൽ അതുകൊണ്ടും ചിലപ്പോൾ നമുക്ക് മൂത്രം ഒഴിക്കാൻ തോന്നുന്നുണ്ടായിരിക്കും, മൂത്രം ഒഴിക്കുന്നുണ്ടായിരിക്കും, പക്ഷെ പ്രോപ്പറായിട്ട് ബാത്റൂമിൽ ചെല്ലാൻ പറ്റാതെ വരുന്നതിനിപ്പുറം തന്നെ നമ്മൾ ഒഴിഞ്ഞു പോകുന്ന ഒരവസ്ഥ. ബാത്റൂമിലേക്ക് എത്താൻ പറ്റാത്തത് കാരണം അനിയന്ത്രിതമായിട്ട് ആ ഒരു രീതിയിൽ അനിയന്ത്രിതമായിട്ട് മൂത്രം പോകുന്നത്. അത് നമ്മുടെ ഫിസിക്കൽ കാരണങ്ങൾ കൊണ്ട്, നമ്മുടെ ശാരീരിക ബുദ്ധിമുട്ടുകൾ കൊണ്ടാണ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അസുഖങ്ങൾ കൊണ്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ അതിനെ ഫിസിയോളജിക്കൽ അല്ലെങ്കിൽ ഫങ്ഷണൽ യുറൈനറി ഇൻകോണ്ടിനൻസ് എന്നാണ് പറയുന്നത്. പിന്നെ വരുന്നത് മിക്സഡ് യുറൈനറി ഇൻകോണ്ടിനൻസ് ആണ്. അതായത് ഇത്തരത്തിലുള്ള യുറൈനറി ഇൻകോണ്ടിനൻസ്, സ്ട്രെസ് ഇൻകോണ്ടിനൻസ് അല്ലെങ്കിൽ അർജ് ഇൻകോണ്ടിനൻസ്, ഇതെല്ലാം മാറി അല്ലെങ്കിൽ ഇതെല്ലാം കാരണങ്ങളായിട്ട് യുറൈനറി ഇൻകോണ്ടിനൻസ് ഇതാണ്. അല്ലെങ്കിൽ ഒരാൾ തന്നെ ഈ പറയപ്പെടുന്ന രീതികളിൽ ഏതെങ്കിലും രണ്ടോ അതിൽ കൂടുതലോ യുറൈനറി ഇൻകോണ്ടിനൻസ് പ്രസന്റ് ആയിരിക്കുന്ന ഒരു അവസ്ഥയാണ് മിക്സഡ് യുറൈനറി ഇൻകോണ്ടിനൻസ് എന്ന് പറയുന്നത്. ഇനി എന്തെല്ലാം രോഗങ്ങൾ അല്ലെങ്കിൽ എന്തെല്ലാം അവസ്ഥകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇത്തരത്തിൽ യുറൈനറി ഇൻകോണ്ടിനൻസ് വരുന്നതെന്ന് നോക്കാം. പലപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സ്ത്രീകളിലാണെന്നുണ്ടെങ്കിൽ
മെനപ്പോസ് ആർത്തവ വിരാമം ഒരു കാരണമാണ്. ഏജ് അഡ്വാൻസ് ചെയ്യുന്നത് ഒരു കാരണമാണ്. പ്രധാന കാരണം എന്ന് പറയുന്നത് നമ്മുടെ പെൽവിക് ഫ്ലോർ മസിലുകൾ എന്ന് പറയുന്ന മസിൽസ്, അതായത് നമ്മുടെ യുറൈനറി ഓപ്പണിങ്, നമ്മൾ മൂത്രം ഒഴിക്കുന്ന ആ ഒരു ഭാഗവും അതുപോലെ തന്നെ മലം പുറത്തു പോകുന്ന ആ ഒരു മലദ്വാരവും തമ്മിൽ ചേരുന്ന ആ ഒരു ഏരിയയിൽ വരുന്ന മസിലുകളെ എല്ലാം പെൽവിക് മസിൽസ്, പെൽവിക് ഫ്ലോർ മസിൽസ് എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് മൂത്രം ഒഴിക്കുന്ന സമയത്ത്, മൂത്രം ഒഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ പെട്ടെന്ന് മൂത്രം നിർത്തുക, ഫോഴ്സ്ഫുള്ളി മൂത്രം നിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു കൂട്ടം മസിലുകൾ സങ്കോചിപ്പിക്കുക, അല്ലെ, കൺട്രാക്ട് ചെയ്യും. അപ്പൊ കൺട്രാക്ട് ചെയ്യുന്ന ആ ഒരു കൂട്ടം മസിലിനെയാണ് പെൽവിക് ഫ്ലോർ മസിൽ എന്ന് പറയുന്നത്. അപ്പൊ ഈ മസിലുകള് പലപ്പോഴും നമ്മളുടെ ആ ഒരു പെൽവിസിന്റെ ഭാഗത്ത് വരുന്നത്, അതായത് നമ്മളുടെ യൂട്രസ്, സ്ത്രീകളിലാണെന്നുണ്ടെങ്കിൽ യൂട്രസ്, അതുപോലെ തന്നെ ഓവറി പോലെയുള്ള റിപ്രൊഡക്റ്റീവ് ഓർഗൻസിനെയും അതുപോലെ തന്നെ നമ്മുടെ മൂത്രസഞ്ചി, മലാശയം, ഇതിനെയെല്ലാം പ്രൊട്ടക്ട് ചെയ്യുക അല്ലെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യുക, അതിന്റെ ആ ഒരു പൊസിഷൻ കാത്തു സൂക്ഷിക്കുക, അതിന് അനക്കം തട്ടാതെയൊക്കെ സൂക്ഷിക്കുക എന്നുള്ളതാണ് അതിനുവേണ്ടി, അല്ലെങ്കിൽ അതിന്റെ ആ ഒരു പ്രവർത്തനം, ശരിയായിട്ടുള്ള പ്രവർത്തനത്തിന് ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് ഈ ഒരു പെൽവിക് ഫ്ലോർ മസിലുകളുടെ ശരിയായിട്ടുള്ള ഫംഗ്ഷൻ. അതിന് വേണ്ടിയിട്ട് അതാണ് അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. പക്ഷെ ഇതിന് എന്തെങ്കിലും ഒരു വീക്ക്നെസ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മളുടെ സിസ്റ്റത്തിനെ, ഈ പറയപ്പെടുന്ന ഓർഗൻസിനെ എല്ലാം ബാധിച്ചു എന്ന് വരാം. അപ്പൊ പ്രധാനമായിട്ടും ഈ ഒരു പെൽവിക് ഫ്ലോർ മസിൽസിന്റെ ആ ഒരു വീക്ക്നെസ് കൊണ്ട് സംഭവിക്കുന്നതാണ് ഇത്തരത്തില് യുറൈനറി ഇൻകോണ്ടിനൻസ് എന്ന് പറയുന്നത്. പ്രായാധിക്യം കൊണ്ട്, മെനപ്പോസ് കൊണ്ട്, ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ആ രണ്ട് കാരണങ്ങൾ കൊണ്ട് വരാം. പിന്നെ നമുക്ക് എന്തെങ്കിലും ആ ഒരു പെൽവിസിന്റെ ഭാഗത്ത് വരുന്ന ഓർഗൻസ് അതിനൊരു ഇത് പുറത്തേക്ക് തള്ളി വരുന്ന ഒരവസ്ഥ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, ഹെർണിയ പോലെയുള്ള അവസ്ഥ ഉണ്ടെന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ യൂട്രസില് ഫൈബ്രോയിഡ്സ് ഉണ്ട്, യൂട്രസിന്റെ പ്രൊലാപ്സ് പുറത്തേക്ക് തള്ളി വരുന്ന ഒരു അവസ്ഥ ഉണ്ടെന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ നമ്മൾ ദിവസങ്ങളോളം കോൺസ്റ്റിപ്പേഷൻ അനുഭവിക്കുന്നവർക്ക് ഇത്തരത്തിലൊരു പ്രശ്നം വരാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ അമിതമായിട്ടുള്ള സ്ട്രെസ്, ആൻസൈറ്റി പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ വരാം. പുരുഷന്മാരിലാണെന്നുണ്ടെങ്കിൽ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വീക്കം കൊണ്ട് ചിലപ്പോൾ സംഭവിച്ചു എന്ന് വരാം. പ്രമേഹ രോഗം, അതുപോലെ തന്നെ ഒബേസിറ്റി, ഇത് രണ്ടും യുറൈനറി ഇൻകോണ്ടിനൻസിന്റെ ഒരു പ്രധാന കാരണമായിട്ട് പറയാറുണ്ട്. പിന്നെ നമ്മുടെ നാഡി ഞരമ്പുകളെ ബാധിക്കുന്ന, പ്രത്യേകിച്ച് നമ്മുടെ സ്പൈനൽ കോഡിനെ ബാധിക്കുന്ന എന്തെങ്കിലും രോഗങ്ങൾ നമുക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഭാഗമായിട്ട് ചിലപ്പോൾ യുറൈനറി ഇൻകോണ്ടിനൻസ് ഉണ്ടാവാം. പിന്നെ പലപ്പോഴും ഞാൻ പറഞ്ഞതുപോലെ തന്നെ പ്രൊളോങ്ഡ് ഡെലിവറി ടൈം, ഒരുപാട് സമയം എടുത്ത് പ്രസവിക്കുന്നു, തുടർച്ചയായിട്ട് ഗർഭം ധരിക്കുന്ന ഒരവസ്ഥ വരുന്നു. ഇങ്ങനെയുള്ള സ്ത്രീകളിൽ യുറൈനറി ഇൻകോണ്ടിനൻസ് വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ ഇതെല്ലാമാണ് ഇതിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ പലപ്പോഴും മദ്യപാനം, പുകവലി പോലെയുള്ളവ നമ്മുടെ എല്ലാ മസിലുകളെയും വീക്കം ചെയ്യുന്നത് പോലെ തന്നെ പെൽവിക് ഫ്ലോർ മസിലുകളെയും വീക്കം ചെയ്യുകയും അതിന്റെ ഫലമായിട്ട് നമുക്ക് യുറൈനറി ഇൻകോണ്ടിനൻസ് വരാനുള്ളത് സാധ്യത കൂടുതലാണ്. പിന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈലും ഇതിനൊരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ടെന്ന് തന്നെ വേണം പറയാനായിട്ട്. ഇനി ഇതിന്റെ ഒരു മാനേജ്മെന്റ് അല്ലെങ്കിൽ ഒരു ട്രീറ്റ്മെന്റിലേക്ക് പോകുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ? തീർച്ചയായിട്ടും ഇത് നമ്മുടെ ജീവിത സാഹചര്യങ്ങളെ ബാധിക്കുന്നു എന്നുണ്ടെങ്കിൽ ഏറ്റവും പ്രധാനമായിട്ട് ഓർക്കേണ്ടത് യാതൊരു മടിയോ അല്ലെങ്കിൽ യാതൊരു നാണക്കേടോ വിചാരിക്കാതെ എത്രയും പെട്ടെന്ന് ഡോക്ടറിനെ കണ്ട് കൺസൾട്ട് ചെയ്ത് നമുക്ക് എന്താണോ അടിസ്ഥാന കാരണം എന്ന് മനസ്സിലാക്കി അതിന് വേണ്ട ട്രീറ്റ്മെന്റ് എടുക്കുകയാണ് വേണ്ടത്. അതുകൂടാതെ നമ്മൾ നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് സ്റ്റൈലിലും ഡയറ്റിലും എല്ലാം വ്യത്യാസങ്ങളെ കൊണ്ടുവരണം. പലപ്പോഴും നമുക്ക് അമിതമായിട്ടുള്ള കഫീൻ അടങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ ടീ പോലെയുള്ള വസ്തുക്കളൊക്കെ ഉപേക്ഷിക്കുക. അതുപോലെ തന്നെ മദ്യപാനം, പുകവലി പോലെയുള്ള ദുശീലങ്ങൾ ഒഴിവാക്കുക. ഒബേസിറ്റി കൺട്രോൾ ചെയ്യുക, പ്രമേഹ രോഗം കൺട്രോൾ ചെയ്യുക. ഇതാണ് ഏറ്റവും ബേസിക് ആയിട്ട് വേണ്ടത്. അതുപോലെ തന്നെ നമുക്ക് ആവശ്യത്തിന് വെള്ളം കുടിക്കുക. തീർച്ചയായിട്ടും ഇങ്ങനെ യുറൈനറി ഇൻകോണ്ടിനൻസ് ഉള്ളവർ മൂത്രം ഒഴിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്, അത് പേടിച്ചിട്ടൊക്കെ ചിലപ്പം മൂത്രം ഒഴിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒക്കെ വെള്ളം കുടിക്കാതിരിക്കുക. പക്ഷെ അങ്ങനെയുള്ള ഒരു അവസ്ഥ വീണ്ടും നമ്മുടെ കണ്ടീഷൻ വേഴ്സൺ ആക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന്, നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള സമയത്ത് ആവശ്യമുള്ള രീതിയിൽ ദാഹിക്കുമ്പോഴൊക്കെ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പക്ഷെ അധികം മധുരം അടങ്ങിയിട്ടുള്ള പാനീയങ്ങൾ ഒഴിവാക്കുക. കാപ്പി, ചായ പോലെയുള്ളത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു ക്വാണ്ടിറ്റിയിൽ കുടിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പിന്നെ പലപ്പോഴും നമ്മളുടെ പെൽവിക് ഫ്ലോർ മസിലുകൾക്ക് സ്ട്രെങ്തൻ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് പറയുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്താണ്, പെൽവിക് ഫ്ലോർ മസിൽസിനെ സ്ട്രെങ്തൻ ചെയ്യുന്ന രീതിയിലുള്ള എക്സസൈസുകൾ ചെയ്യാം. അതിനെ കീഗൽ എക്സസൈസ് എന്നാണ് പറയുന്നത്. എക്സസൈസ് എന്ന് പറയുന്നത് നമ്മൾ അതിന് പ്രത്യേക സറൗണ്ടിങ്ങോ അല്ലെങ്കിൽ മാറ്റുകളോ അല്ലെങ്കിൽ വേറെ അക്സസറീസ് ഒന്നും ആവശ്യമില്ല. നമ്മൾ എവിടെയെങ്കിലും സ്വസ്ഥമായിട്ട് ഇരിക്കുമ്പോഴോ അല്ലെങ്കിൽ കിടക്കുമ്പോഴോ ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ എക്സസൈസ് ആണ് കീഗൽ എക്സസൈസ് എന്ന് പറയുന്നത്.
ഏത് തരത്തിലുള്ള യുറൈനറി ഇൻകോണ്ടിനൻസിന് നമുക്ക് ഈ ഒരു എക്സസൈസ് ചെയ്ത് നോക്കാവുന്നതാണ്, ചെയ്താൽ ഫലം കിട്ടുന്നതാണ്. അതുപോലെ തന്നെ നമ്മളുടെ പലതരത്തിലുള്ള ലൈംഗിക പ്രശ്നങ്ങൾക്ക്, അതുപോലെ തന്നെ സ്ത്രീകളിലാണെന്നുണ്ടെങ്കിൽ യൂട്രസിന്റെ ആരോഗ്യത്തിനൊക്കെ നമുക്ക് ഈ ഒരു എക്സസൈസ് ചെയ്ത് നോക്കുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, അല്ലെങ്കിൽ വളരെ സഹായകരവും അല്ലെങ്കിൽ വളരെ ഹെൽപ്ഫുൾ ഒക്കെ ആയിട്ടുള്ള കാര്യമാണ്. ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ സ്വസ്ഥമായിട്ട് എവിടെയെങ്കിലും ഇരിക്കുക അല്ലെങ്കിൽ കിടക്കുക. അതിനുശേഷം നമ്മൾ നമ്മുടെ പെൽവിക് ഫ്ലോർ മസിലുകളിലേക്ക് കോൺസെൻട്രേഷൻ കൊണ്ടുവരിക. അതായത് നമ്മൾ മൂത്രമൊഴിക്കുമ്പോൾ അല്ലെങ്കിൽ പെട്ടെന്ന് ബാത്റൂമിൽ പോകുന്ന സമയത്ത് ആ ഒരു വോയിഡിങ് എക്സ്ക്രീറ്റ് വിസർജിക്കുന്ന ആ ഒരു അവസ്ഥ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട്, കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് സങ്കോചിപ്പിക്കുന്ന കൺട്രാക്ട് ചെയ്യുന്ന ആ മസിലുകളിലേക്ക് നമ്മളുടെ കോൺസെൻട്രേഷൻ കൊണ്ടുപോവുക. അതുപോലെ ആ ഒരു മസിൽസ് നമ്മൾ പെട്ടെന്ന് കോൺട്രാക്ട് ചെയ്യുക. അങ്ങനെ ഒരു 3 to 5 സെക്കൻഡ്സ് കൺട്രാക്ട് ചെയ്ത് സങ്കോചിപ്പിച്ച് പിടിച്ചുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതിനുശേഷം ഈ ഒരു 5 സെക്കൻഡ് കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഈ ഒരു മസിൽസിനെ നമ്മൾ ലൂസൺ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ തൊടയുടെ ഭാഗത്തെയും നമ്മുടെ ബട്ടക്സിന്റെ ഭാഗത്തെയും അടിവയറിന്റെ ഭാഗത്തേക്കുള്ള മസിലുകൾ കൺട്രാക്ട് ആവാതിരിക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതിനുശേഷം ഇത് ലൂസൺ ചെയ്ത് വിടുക 5 സെക്കൻഡോളം. എത്ര സമയമാണോ നമ്മൾ ഹോൾഡ് ചെയ്ത് പിടിച്ചത് അത്രയും സമയം തന്നെ റിലാക്സ് ചെയ്യാനും വേണ്ടിയിട്ട് എടുക്കുക. അപ്പൊ 3 തൊട്ട് 5 സെക്കൻഡ് വരെയാണ് ഇതിന് വേണ്ടിയിട്ട് എടുക്കേണ്ടത്. അതിനുശേഷം വീണ്ടും ഇതേപോലെ തന്നെ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഈ ആവൃത്തി ഒരു 10 തവണയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഒരു തവണ ചെയ്യുമ്പോൾ 10 സെറ്റ് ആയിട്ടാണ് ചെയ്യേണ്ടത്. അപ്പൊ കൺട്രാക്ട് ചെയ്യുന്നു, റിലാക്സ് ചെയ്തു, അത് ഒരു പ്രാവശ്യം ചെയ്യുമ്പോൾ ഒരു സെറ്റായി, അങ്ങനെ ഒരു 10 സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇത് നമ്മൾ ദിവസം ഒരു 3 അല്ലെങ്കിൽ 4 തവണ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ രാവിലെ, ഉച്ചയ്ക്ക്, വൈകിട്ട്, രാത്രിയിൽ അങ്ങനെ ഒരു 4 പ്രാവശ്യം, അതായത് ഒരു ദിവസം ഒരു 40 അല്ലെങ്കിൽ ഒരു 50 തവണ ടോട്ടൽ വരുന്നത് രീതിയിൽ ഈ ഒരു എക്സസൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ആ പെൽവിക് ഫ്ലോറിലുള്ള മസിലുകളെല്ലാം സ്ട്രെങ്തൻ ചെയ്യാനും നമ്മളുടെ ഈ ഒരു പ്രോബ്ലം നമുക്ക് മാറ്റിയെടുക്കാനുമായിട്ട് സാധിക്കുന്നതാണ്. അതോടൊപ്പം വേണ്ട രീതിയിലുള്ള ട്രീറ്റ്മെന്റ് എടുക്കാൻ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു രോഗത്തിനെ പൂർണ്ണമായിട്ടും ഒഴിവാക്കാനും നല്ല ഒരു ലൈഫ് കൊണ്ടുപോകാനും സാധിക്കും.